അപ്പോൾ എല്ലാവർക്കും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റപ്പോൾ നല്ല മഴയുണ്ട് കേട്ടോ. മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല കറക്റ്റായിട്ട് ഒരു 9 മണി വരെ പെയ്യണ മഴയാണ് കേട്ടോ. സ്കൂളിൽ ട്രിപ്പ് കഴിയുമ്പോഴേക്കും നിൽക്കണ ഒരു തരം മഴയാണ് ഇപ്പം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല മഴയുണ്ട്, നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് എഴുന്നേൽക്കാൻ മടിയാവും കേട്ടോ. എന്നാലും സ്കൂളിൽ പോണ സമയമായതുകൊണ്ടിട്ട് നമ്മൾ എഴുന്നേൽക്കണമല്ലോ. എന്നാലും ഞാൻ 6:30 കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുള്ളൂ കേട്ടോ. ഇവിടെ ഒരു 8:30 കഴിഞ്ഞിട്ട് സ്കൂളിൽ പോയത് ഇവിടെ അടുത്തായതുകൊണ്ട് 9:30 തുറക്കുള്ളൂ. അപ്പോൾ ആ ടൈമിലൊക്കെ എത്തിയാൽ മതിയല്ലോ, അത് കണക്കാക്കി ഞാൻ എഴുന്നേൽക്കുള്ളൂ. അപ്പോൾ രാവിലെ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ചപ്പാത്തിയുടെ ഒപ്പം സാമ്പാറും ആണ് ഉണ്ടാക്കുന്നത്. ഈ സാമ്പാർ ഗോതമ്പ് ചപ്പാത്തിയുടെ ഒപ്പവും പിന്നെ ഗോതമ്പ് പുട്ടിൻ്റെ ഒപ്പവും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അതായത് ഇത്തിരി നന്നായിട്ട് തേങ്ങയൊക്കെ ഇട്ട് എടുക്കുകയാണെങ്കിൽ ഗോതമ്പ് പുട്ടിന് നന്നായിട്ട് തേങ്ങയൊക്കെ ഇട്ട് എടുക്കുകയാണെങ്കിൽ ഈ സാമ്പാറും കൂടി കൂട്ടി കഴിച്ചാൽ വളരെ നല്ല സ്വാദാണ്. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയൊക്കെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചായ കുടിക്കും. ചായയിൽ ഞാൻ കുറേ മധുരം ഇടും കേട്ടോ. കാരണം ഞാൻ വേറെ അങ്ങനെ അധികം മധുരമൊന്നും കഴിക്കില്ല, പക്ഷെ ചായയിൽ നല്ല മധുരം ഇടും. പക്ഷേ ഈയിടെയൊക്കെ ആയിട്ട് പായസമൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. എന്നാലും ഒന്നാലും ഒരു ലിമിറ്റൊക്കെ ഉണ്ട്. ഈ അങ്ങനെ പാൽപ്പായസമോ അങ്ങനെയുള്ളതൊക്കെ ഭയങ്കര കാര്യമാണ്. അപ്പോൾ അതൊക്കെ കഴിക്കും. അപ്പോൾ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി എടുക്കും. ചപ്പാത്തി എടുത്തിട്ട് സാമ്പാർ ഒഴിച്ച് തിന്നും. അപ്പോൾ ഞാൻ ഒട്ടുമിക്ക ദിവസവും 1.5 കൂടുമ്പോൾ അല്ലെ 2.5 കൂടുമ്പോഴൊക്കെ നമ്മൾ ചപ്പാത്തി സാമ്പാറും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ദോശ അങ്ങനെയൊക്കെ ഇരിക്കുള്ളൂ. അതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഇനി അത് പോയി കഴിക്കട്ടെ. കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത പണി തുടങ്ങാൻ പോണത്. കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ മുറ്റവും അതേമാതിരി തന്നെ നമ്മുടെ ഇറയനൊക്കെ, അതായത് വരാന്തയിൽ സിറ്റ് ഔട്ടൊക്കെ വെള്ളമൊക്കെ വീണ് കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇവിടെ ആ ഭാഗത്ത് കെട്ടിയേക്കണുണ്ട്, കാറ് കിടക്കണോടത്ത് കെട്ടിയതുകൊണ്ട് വെള്ളം ഇപ്പോൾ പുറത്തോട്ട് അങ്ങോട്ട് പോകണില്ല. അപ്പോൾ അവിടെ അങ്ങനെ കെട്ടിക്കിടക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ വെയിൽ തെളിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ചെന്നാൽ മുറ്റം അടിച്ചിട്ടേക്കാന്ന് കരുതി. അമ്മയാണ് അടിക്കാറ്, പക്ഷെ മഴ ആയതുകൊണ്ടിട്ട് ഇന്ന് അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ കുളിക്കാൻ പോയതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ ഞാൻ അടിച്ചിട്ടേക്കാന്ന് കരുതി അതൊക്കെ അടിച്ച് വാരി ഇട്ട്. അപ്പോൾ ഈ വെള്ളം കെട്ടിക്കിടക്കണോടത്തൊക്കെ വലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇല മാത്രം ഇങ്ങനെ നമ്മൾ എടുക്കുകയാണ് ചെയ്യണം. പക്ഷേ ഈ ചൂലും കൊണ്ട് നല്ല സുഖമുണ്ട് അടിക്കാനായിട്ട്. ഞാനിങ്ങനെ ഈ കോർപ്പറേഷൻ ചൂല് വാങ്ങിച്ചപ്പോൾ അത് അടുപ്പിച്ച് ഇഴയായതുകൊണ്ട് മണ്ണും കൂടി പോരും. പക്ഷേ ഇത് അമ്മക്ക് അടിക്കാൻ വേണ്ടി വെച്ചേക്കണതായതുകൊണ്ടിട്ട് നല്ല ഈർക്കിലിയൊക്കെ നല്ല വിടർന്നിരിക്കുന്നത് കൊണ്ട് ഇല മാത്രമായിട്ട് പോരും കേട്ടോ മഴയത്താണെങ്കിലും. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇറയനൊക്കെ ഒന്ന് കഴുകിയിടാനുണ്ടായിരുന്നു. കഴുകല്ല, തുടയ്ക്കാനുണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ ശവന്നാറിപ്പൂവാണ്. ഇത് ശവന്നാറിന്ന് തന്നെയല്ലേ പറയണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തുടങ്ങണം. അത് ആ സ്റ്റെപ്പിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് വെള്ളം വീഴും കേട്ടോ. അപ്പോൾ തുടച്ച് കളയാമെന്ന് കരുതി. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചവിട്ടി നമ്മൾ തന്നെ വീഴും അവിടെയൊക്കെ തന്നെ. പക്ഷേ ഇത് തുടച്ചിട്ട് കഴിഞ്ഞ് മഴ പെയ്യുമ്പോൾ വീണ്ടും അവിടെ നിന്ന് അടിച്ച് തെറിച്ച് വരും കേട്ടോ. എന്നാലും നമ്മൾ പണി ചെയ്യും, വീണ്ടും അങ്ങനെ തന്നെ വരും. അങ്ങനെയൊക്കെ തന്നെ. അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് തുണിയൊക്കെ തിരുമ്മാനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മിഷ്യത്തിലിട്ടിരുന്നു. ഇന്ന് കുറച്ചധികം ഒന്നല്ല, ഇത്തിരി ജീൻസും അതും ഇതൊക്കെ ഉണ്ടായതുകൊണ്ടിട്ട് നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇടണ ഇത്. അപ്പം മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. മീൻ മേടിക്കാൻ പോകുന്നതാണ്. അപ്പോൾ അത് മേടിച്ചുകൊണ്ട് വന്ന് അത് കഴിഞ്ഞ് നമ്മൾ മീൻ കറി വെക്കണം. മീൻ കിട്ടിയതെന്ന് പറഞ്ഞാൽ ഒലക്ക മീനല്ല, അത് വേറെ, അതിൻ്റെ പേരെന്തെന്നാന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനത്തെ അതിൻ്റെ പേരറിയില്ല. നീളം മീനാണെന്ന് തോന്നുന്നു. നല്ല ഇതിപ്പം നമ്മുടെ ഒലക്ക മീൻ പോലെ തന്നെയൊക്കെ ഇരിക്കണ ഒരു തരം മീനാണ് കേട്ടോ. പക്ഷെ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പം അങ്ങനെ അത് വെക്കണം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഇതിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കില്ല കേട്ടോ. ഞാനങ്ങനെ വെക്കാറില്ല, ഇതുവരെ വെച്ച് നോക്കിയിട്ടില്ല. പക്ഷേ ഇന്നൊരു ദിവസം അങ്ങനെ വെക്കണം എന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ ഇന്നെനിക്ക് ഒന്നാമത്തെ മഴയൊക്കെ ആയതുകൊണ്ട് ഇനി കറണ്ട് പോയാലോ എന്ന് പേടിച്ചിട്ട് തേങ്ങ
ചിരണ്ടിയില്ല കേട്ടോ. ചിലപ്പോൾ ചിരണ്ടി കഴിഞ്ഞ് അരയ്ക്കാൻ എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ കരണ്ടൊക്കെ പോണേ. അതുകൊണ്ടിട്ട് ഞാൻ വേണ്ട എന്ന് കരുതി അങ്ങനെ നിൽക്കേണ്ട. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മീൻ കറിയൊക്കെ ഏകദേശമൊക്കെ റെഡി ആവാറായിട്ടുണ്ട്. ഇനി തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മളതിലോട്ട് നമ്മുടെ മീനിടും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കഞ്ഞി അടുപ്പത്തിരിപ്പുണ്ട്. കാരണം നമ്മുടെ എന്താണ് ഇതിപ്പോൾ സപ്ലൈക്കോ അരിയാണ്. അത് റേഷനല്ലായിരുന്നു, സപ്ലൈക്കോണ്. അപ്പം ഇത്തിരി വേവ് കൂടുതലാണെന്ന് തോന്നുന്നു. നല്ല ഞാൻ അതായത് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടും വേവാത്ത തരം ഒരു അരിയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് വീണ്ടും ഇട്ട് നമ്മുടെ ഗ്യാസിൽ വെച്ച് ഒന്നും കൂടി തിളപ്പിക്കേണ്ടി വരുന്നു. ഈ ഗ്യാസ് ഇങ്ങനെ കത്തണമെന്ന് എൻ്റെ ചങ്കിടിക്കും കേട്ടോ. കാരണം എപ്പോഴാണ് തീരണേന്ന് പറയാൻ പറ്റില്ല. ഞാനാണെങ്കിൽ ഒരു സിലിണ്ടർ കാലിയാക്കി വെച്ചേക്കാണ്. അപ്പോൾ ഇനി എപ്പോഴാണ് വന്നതെന്നറിയില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് എനിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ ബുക്കൊക്കെ ചെയ്തിട്ടൊക്കെയാണ്. പക്ഷേ ഇനി എനിക്ക് തോന്നുന്നു 1 മാസമൊക്കെ കഴിയും എന്ന് തോന്നുന്നു. അതുകൊണ്ടിട്ട് ഇങ്ങനെ ഗ്യാസ് കത്തിക്കൊണ്ട് ഇങ്ങനെ ചങ്കിടിപ്പായിട്ടിരിക്കുകയാണ്. അപ്പോൾ കറി ഏകദേശമൊക്കെ റെഡിയായിട്ടോ. പിന്നെന്താണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പറയാനുള്ളത്, നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത് ഞാൻ ഡെയിലി ഇങ്ങനെ നിരന്തരം പറയണ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല. ഞാൻ പറയാനുള്ളത് പറയും അല്ലേ, നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പം നമ്മളത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം വെണ്ടക്ക ഉണ്ടായിരുന്നു. വെണ്ടക്ക എനിക്ക് മാത്രമാണ്, ചേട്ടൻ അങ്ങനെ കഴിക്കില്ല കേട്ടോ വെണ്ടയ്ക്ക. ചേട്ടനപ്പം ഞാൻ ചോറ് അതിന് കൊടുത്ത്, വെണ്ടക്ക വാടുന്ന സമയത്ത് ഞാൻ ചോറ് കൊടുക്കട്ടോ. കാരണം മീൻ മാത്രം മതിയല്ലോ, വെണ്ടക്ക കൊടുക്കണ്ട. അതുകൊണ്ടിട്ട് ഞാൻ ചെന്നാൽ എൻ്റെ വെണ്ടക്ക വാടിക്കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കുള്ളൂ എന്ന് കരുതി. അപ്പോൾ എനിക്കിതിങ്ങനെ വന്നം വെണ്ടയ്ക്ക, അതായത് നല്ല വാടി അതിൻ്റെ ആ ഒരു നൂൽപ്പരുവമൊക്കെ കളഞ്ഞിട്ട് വേണം വെണ്ടയ്ക്ക എടുക്കാൻ. എനിക്ക് അങ്ങനത്തെ എനിക്കിഷ്ടം. അപ്പോൾ ഒരു കഷ്ണം മാത്രം എടുത്തത് അത് ചേട്ടനെ എടുത്തതാണ്. കാരണം ഇന്നലത്തെ മീനിൻ്റെ 2-3 കഷ്ണം ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൊടുത്ത് ഈ മീനും കൊടുത്തപ്പോൾ ഇതും കുറച്ച് മതി എന്ന് പറഞ്ഞ് ബാക്കി രാത്രിയിലേക്ക് എടുക്കാമെന്ന് കരുതി അങ്ങനെ വെച്ചു. അപ്പം ഇനി എനിക്ക് ചോറ് തിന്നാൻ പോണേന് നല്ല ചൂട് ചോറ്. പക്ഷെ മഴയില്ല കേട്ടോ. ഇപ്പം ഈ ചൂട് ചോറിനുമ്പോൾ മഴ വേണം, പക്ഷെ മഴയില്ല. ഇപ്പം നല്ല വെയിലായിട്ടാണ്. അപ്പോൾ വെണ്ടക്കയും കൂട്ടി, ആ വെണ്ടക്ക വാടി വന്നപ്പോൾ കുറച്ചുണ്ടായുള്ളൂ. ഞാൻ അരിഞ്ഞപ്പോൾ നല്ല തോര ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ കുറഞ്ഞു പോയി. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ചെറിയ വീഡിയോ ഒക്കെയാണ്. പിന്നെന്താണ്, അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ കാണുന്നവരൊക്കെ ഒരിക്കൽ കൂടി പറയട്ടെ, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.